ഗായ്സ്, ഞങ്ങളിന്ന് കാഡ്ബറി വേൾഡ് പോവുകയാണ്. ലോങ് വീക്കെൻഡാണ്. ഇന്ന് നാളെ. ഇന്ന് സൺഡേ വേറൊരു ട്രിപ്പാണ്. ശരിക്കും ലണ്ടനിൽ പോവാം, നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം പോവാം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ടൊക്കെയായിരുന്നു. പക്ഷേ ഇന്നലെ വൈകുന്നേരം എടുത്ത് നോക്കിയപ്പോഴാണ് ട്രെയിൻ ടിക്കറ്റ് ഇല്ല ലണ്ടനിലോട്ടൊന്ന് പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ മാറ്റി. മിസ് മിലു ലേഖ എന്താ പറയുമല്ലോ പ്ലാനാക്കി എടുത്തു. എന്തോന്ന് ആൻഡ് അനു അശോകൻ പ്ലാനാക്കി എടുത്തതാണെന്ന് കാഡ്ബറി വേൾഡ് പോകാമെന്ന്. ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ഞങ്ങൾ ട്രെയിനിൽ കയറി. രണ്ട് ട്രെയിൻ കയറിയാണ് പോവേണ്ടത്. എത്തുമ്പം അതെ. രണ്ടാമത്തെ ട്രെയിനിൽ കയറി. ആരുമില്ല. ഇവിടുന്ന് 10 മിനിറ്റാണെന്ന് തോന്നുന്നു. നമ്മൾ ഇറങ്ങി. ഇവിടെ സ്റ്റേഷനിൽ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലാം മറ്റേ കാഡ്ബറിയുടെ മറ്റേ എന്താ പറയുമല്ലോ കളറൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഈ പാത്ത് നോക്കി ഇങ്ങനെ നടക്കുക. ഇതേപോലത്തെ സൈൻസ് ഓരോ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ നടക്കുവാണ്. പക്ഷേ ഇവിടെ എത്താറായി. എൻ്റെ അമ്മ എന്ത് ചോക്ലേറ്റിൻ്റെ മണം ഇവിടെ അടിക്കുന്നു. ഇനിയൊരു 7 മിനിറ്റ് നടക്കാറുണ്ട്. നല്ല മണം അടിക്കുന്നത് ചോക്ലേറ്റിൻ്റെ. ഈ പോൾസൊക്കെ എല്ലാം മറ്റേ കാഡ്ബറിയുടെ കളറ്. നല്ല ഭംഗിയുണ്ട്. ടുഡേ ഈസ് എ നൈസ് സണ്ണി ഡേ. അപ്പോഴത്തേനും നല്ല രസമുണ്ട്. ഇവിടെ കുറേ നാളായിട്ട് വരണമെന്നുണ്ടായിരുന്നതാണ്. ഇവിടുത്തെ വെയിൽ എന്തോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല രസം. വേൾഡിൻ്റെ ഫ്രണ്ടിലെത്തി നമ്മൾ. ഇവിടെ വന്നപ്പോഴത്തേനും സൂര്യൻ പോയി. എത്തി. ചെറിയൊരു ക്യൂ ഉണ്ട്. വളരെ ചെറിയൊരു ക്യൂ ആണ്. നോക്കാം എത്ര സമയം എടുക്കുമെന്ന്. ഞങ്ങൾ 1:30-ക്കാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഞങ്ങളിപ്പം 1:30 ആയി. ചോക്ലേറ്റ്സ് കിട്ടി. നമ്മൾ കയറുവാണ്. ഫ്രീ ആണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വാങ്ങണം. ഞാൻ പെട്ടെന്ന് മേടിച്ചു പോയി. ഇതൊക്കെ ആരാടി?
കൊക്കോ ബീൻസിന്റെ ഉത്ഭവം ആയിരിക്കും അവർ കാണിച്ചിരിക്കുന്നു. ഓ മൈ ഗോഡ്. വന്നോ ചോക്ലേറ്റ് വന്നോ? ഗ്രേറ്റ് ജോബ്. മൈ അഗൈൻ ഡ്രിങ്ക് ചോക്ലേറ്റ്. ആഫ്രിക്കൻ നാടുകളിൽ നിന്ന് എങ്ങനെയാണ് ഇവിടെ വരുന്നത്, ഇംഗ്ലീഷ് ലാൻഡ് എത്തിയതെന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ നോക്കുകയാണോ? എക്സ്പീരിയൻസ് മിസ്ഫ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കഴിക്കുന്നത്. സോ ഗുഡ്. എനിക്ക് മിസ്ഫയും ഡയറി മിൽക്കിന്റെ കാരമലും ആണ് കിട്ടിയത്. എല്ലാവർക്കും കിട്ടിയ എല്ലാവർക്കും അതന്നെ കിട്ടിയത്. As a result, we were unable to enter the professions, such as medicine and law. Let me tell you some more about how my business grew and prospered from these. Hi guys, come on through, take a seat for me. Take a seat for me, thank you very much. Yo, thank you, come on through. What you say, the gang on this side, thank you. ഞാൻ ബാക്കിൽ വന്നിരുന്നത്. അവിടെ ഞങ്ങളുടെ ഒരു പ്രസന്റേഷന് അവിടെ വന്നിട്ട് ഒരു കൊച്ചിരുന്ന് അത് താഴെ ബാക്കിലോട്ട് ചാരി ബാക്കിലോട്ട് വീണ് തലയിടിച്ചു എന്തോ ഒരേ കരച്ചിലായിരുന്നു അവർ. ഞങ്ങൾ അവിടെ നിൽക്കുന്നത് കഴിക്കാൻ തരുമായിരിക്കും. ഒരു ചെറിയ ഇതുണ്ട്. അവിടുന്ന് കൗണ്ടറിൽ നിന്ന് ഞങ്ങൾക്ക് കപ്പില് എല്ലാരും ചോക്ലേറ്റ് മേടിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് നിൽക്കുക. There you go. Next one, what do you like? Those two again. ഇത് ചോക്ലേറ്റും അതിൽ 2 ടോപ്പിംഗ്സ് ഉണ്ട്. ഒന്ന് മാഷ്മെല്ലോയും പിന്നെ ഇതും ഗമ്മി ബേഴ്സ്. കളറാണെന്ന് തോന്നുന്നു. ഇനി കളർ അലർജിയാണ്, അറിഞ്ഞൂടാ എങ്ങനെ ഇരിക്കുമെന്ന്. ബാക്കി ഒരു സ്പൂൺ. നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ്. ശരിക്കും നാട്ടിൽ കിട്ടുന്ന ചോക്ലേറ്റ്, നാട്ടിലല്ല ശരിക്കും നാട്ടിൽ കിട്ടുന്ന പോലത്തെ അത്ര മധുരമല്ല. ആൻഡ് ഇറ്റ്സ് വെരി വാം ആൻഡ് തിക്ക് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി. ചോക്ലേറ്റ് മാഷ്മെല്ലോ. കേട്ടോ, നല്ല നല്ല ഹെവിയാ. കിട്ടുമെന്ന് അറിയാൻ തോന്നുന്നു. ഇനി അടുത്ത് എനിക്ക് തോന്നുന്നു അവിടെ അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. വുമൺ ഇൻ കാഡ്ബറി ആണെന്ന് തോന്നുന്നു. ഒരു കാഡ്ബറി ഏഞ്ചൽസ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. യൂണിഫോം ഒക്കെ ഇട്ട്.
ആർട്ട് ചെയ്യാനായിട്ടുള്ള ക്യൂവിൽ നിൽക്കുവാണ്. ചെറിയൊരു ക്യൂ ആണ്. ഇപ്പം തീർന്നു. ഈ ചോക്ലേറ്റ് വെച്ച് കഴിച്ചുകൂടാന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. ചോക്ലേറ്റ് ഈ എങ്ങാനും ഹാർട്ട് വരയ്ക്കുകയാണെങ്കിൽ പറഞ്ഞു ആറുമാരുടെ പേര് എഴുതിയിട്ടുണ്ട്. അനു അടുത്ത് എന്താണ് ചെയ്യാൻ പോണേ? അനുവിന്റെ ഫൈനാണ് ചെയ്യുന്നത് കാര്യം. എനിക്ക് എഴുതി സുനിത. കണ്ണുമുഖമായ വരയ്ക്കാൻ ശ്രമിച്ചു. ഇത് ഞാൻ എഴുതിയത്. ഇതാണ് എൻ്റെ ഹാൻഡ് സ്മൈൽ. അനു അവിടെ ഒരു കലാസൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുരിശും വലിച്ചു. പുതിയ പേനാണ്. ചോക്ലേറ്റ് ഉണ്ട്. ഇവിടെ ചെയ്യാം. പണ്ട് ചെളിയിൽ നമ്മൾ കളിക്കുന്നില്ലേ, അതിന് വരുമ്പോൾ ചോക്ലേറ്റിലാണ് നമ്മൾ കളിക്കുന്നത്. ഇതിങ്ങനെ സ്ക്രാപ്പ് ചെയ്തെടുക്കുക. കൊള്ളാല്ലേ? കളിച്ചിട്ട് കയ്യിൽ മൊത്തം ഇതായി. പിന്നെ അവരിതിന്റെ സംഭവം ഇവിടെ വച്ചിട്ടുണ്ട് കൈ കഴുകാനായിട്ട്. നല്ലൊരു പരിപാടിയായിരുന്നു. ടെമ്പേർഡ് ചോക്ലേറ്റ്. ടെമ്പറിങ്ങിന്റെ പരിപാടി കഴിഞ്ഞു. ഞങ്ങൾ ഇനി ലൈക്ക് എന്താ പറയില്ല, ഫുഡ് വെച്ച് കളിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൊള്ളായിരുന്നു പരിപാടി. ഞങ്ങൾ അത് വെച്ചിട്ടിങ്ങനെ ഞങ്ങൾ വല്ല കൂടിയ ഫുഡ് വെച്ച് കളിക്കാറുള്ളൂ. തേക്കാനൊക്കെ പഠിച്ചു. ഇനി നാട്ടിൽ പോയാലും ജോലിയൊക്കെ ചെയ്യാം. അടുത്തിനി ഇവിടെ തീം പാർക്ക് പോലെ എന്താ അറിയത്തില്ല. അപ്പോഴത്തേനും ഞങ്ങള് അടുത്ത് അങ്ങോട്ടാണ്. ഫുഡൊന്നും കഴിച്ചില്ല. ഞങ്ങൾക്ക് അവിടെ നിന്നിട്ട് ചോക്ലേറ്റ് അല്ലാണ്ട് ഇവിടെ എന്തെങ്കിലും ഫുഡൊക്കെ കിട്ടുവാണെങ്കിൽ ഡീറ്റോക്സ് എന്തായാലും കഴിക്കാം. സോ ഫാർ ഗോയിങ് ഗുഡ്. ഞങ്ങളൊരു ഷോ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് ക്യൂവില്. അകത്തിന് ക്യാമറ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമുക്ക് അകത്ത് പോകാനായിട്ട് അവർ ഗ്ലാസ് തന്നു. Hello guys. So you don't need your glasses for this, by the way, so leave those off for me, okay? The lift is going to move and shake. Are we all okay with that? No, wait, you just watch about now when I close it. It's going to take us down 32 floors from the newsroom. Okay guys? We have to go quite quickly, okay? So hold on. Don't worry everybody, he is a professional. Okay, no, so let's do it, I promise you. Does all the time, alright? We're in safe hands. Now, can we all say thank you to Mr. Parrot, please? Thank you. Bye. And others will wander over there. ഇതാണ് ഇവിടുത്തെ സേഫ്റ്റി ഫീച്ചേഴ്സ്.
ഇത് കഴിഞ്ഞ് 4Dയുടെ ഒരു ഇത് സംഭവമായിരുന്നു, കൊള്ളായിരുന്നു. 3D ഇതും സീറ്റ് മറ്റേ എല്ലാം കൂടെ ആടി നല്ല രസമുണ്ടായിരുന്നു. റോളർ കോസ്റ്ററിലൊക്കെ കയറി 5 മിനിറ്റിൻ്റെ. നല്ല രസമുണ്ടായിരുന്നു. അതായത് ഈ കൊച്ചു പിള്ളേർക്കൊക്കെ കയറി ലൈക്ക് അവർക്കത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ചോക്ലേറ്റ് എവിടെ നിന്നാണ് വരുന്നത്, ഇത് വന്നിട്ട് ഒരു റോളർ കോസ്റ്ററിൻ്റെ അകത്തോടെ കയറിപ്പോയി നമ്മൾ ചോക്ലേറ്റ് ലാൻഡിലെത്തി. അവിടെ വന്നിട്ട് ഈ മൗണ്ടെയ്ൻസും റിവേഴ്സും എല്ലാം ചോക്ലേറ്റ്. ബോൺവിൽ എക്സ്പീരിയൻസ് കാഡ്ബറി എനിക്കൊന്ന് മ്യൂസിയം പോലത്തെ എന്തെങ്കിലും ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. ഇവിടെ പഴയ അവരുടെ ബോക്സസ് ആണ് തോന്നുന്നത് വച്ചിരിക്കുന്നത്. നല്ല നൊസ്റ്റ് സാധനങ്ങളായിട്ടാ. ഇയാളാണ് ശരിക്കും കാഡ്ബറിയാണ്, ജോർജ് കാഡ്ബറി. എല്ലാ ബോക്സസും നല്ല രസമാണ്. ആണ് കാണേണ്ടത്. അഡ്വർടൈസിങ് വെന്യൂ, കാഡ്ബറിയുടെ അഡ്വർടൈസിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു ലെവലാണ്. പടി കയറുവാണ്, നോക്കാം. അമ്മച്ചേലുണ്ടായിരുന്നു. ചോക്ലേറ്റ് വെസ്റ്റിന് വേണ്ടിയിട്ട് ടേസ്റ്റ് ചെയ്യുവാണ്. ഈ പതിനഞ്ചിൻ്റെ കാണിക്കുന്നത്. ഞാൻ കുറച്ച് നേരമായിട്ട് വെയിറ്റ് ചെയ്യുക. ഫൈനലി സുവനീർ ഷോപ്പിലെത്തി. ഐ തിങ്ക് ദിസ് ഇസ് എ സുവനീർ ഷോപ്പ്. ഫോട്ടോ വാങ്ങുന്ന ഇവിടെ എല്ലാ ചോക്ലേറ്റ്സും ഉണ്ട്. ഇവരുടെയാണോ? ചോക്ലേറ്റ്സ് മാത്രം കിട്ടുന്നത്. സർപ്രൈസ് ഇവരുടെയാണോ? ഇവിടെ ഇവരുടെ പരിപാടികളാണ്. കാഡ്ബറിയുടെ ചോക്ലേറ്റ് വാങ്ങണമായിരുന്നു. ഇതാണ് എനിക്കത് വന്നിട്ട്. ഇവിടെ ഇഷ്ടംപോലെ ചോക്ലേറ്റ്സ് ഇരിപ്പുണ്ട്. കൊള്ളാല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ആയിട്ട്. പക്ഷെ എല്ലാം എടുത്തോണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളിതാ ഇവിടെ കുറച്ച് ഇവിടുത്തെ കവറും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് കവർ മേടിച്ചു. സംഭവം സാധനങ്ങളുണ്ട്. ഇനി ഇതൊക്കെ കാശ് കൊടുത്ത് ഞാൻ ഈ മാഗ്നറ്റാണ് മേടിച്ചത്. ഈ മാഗ്നറ്റും പോയി. കാരമിൽക്ക് ഡബിൾ ഡെക്കറൊക്കെ കണ്ടിട്ടുണ്ടോ? ഇതൊന്നും വാങ്ങുന്നില്ല. ഞങ്ങൾ ആദ്യം 3 വാങ്ങി. വിസ്പയുടെ 3 വേണ്ട, എനിക്ക് അവിടെ വെച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വിസ്പ. ഓ, ട്വേള് വേറെയാണ് കേട്ടോ. വിസ്പ ഓക്കെ. ചോക്ലേറ്റ് ഇതൊന്നും നമ്മൾ മേടിക്കുന്നില്ല. സോൾട്ടഡ് കാരമൽ കാശ് പഠിക്കുകയാണ് ഗൈസ്. എന്താ ഒരു സന്തോഷം. നോക്കട്ടെ എത്ര വരുന്ന ടോട്ടല്. ഇത് നമ്മൾ മനസ്സിലാവും. താങ്ക് യു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാഡ്ബറി.